പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇന്നിവിടെ നിൽക്കുന്ന എൻ്റെ ഈശോയ്ക്ക് നന്ദി പറയാനാണ്. കാരണം ഞാനാണ് ഇന്നത്തെ ശുശ്രൂഷകൾക്കൊക്കെ കീബോർഡ് വായിച്ചത്. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഓർക്കാപ്പുറത്താണ് ബ്രദർ വന്ന് പറഞ്ഞത് എൻ്റെ അടുത്ത് ഇന്ന് ശുശ്രൂഷയ്ക്ക് കീബോർഡ് വായിക്കണമെന്ന്. അപ്പോൾ എനിക്ക് എന്തോ പോലെ, കാരണം ഞാൻ ഇതുവരെയായിട്ടും ഇങ്ങനത്തെ ധ്യാന ശുശ്രൂഷകൾക്കൊന്നും കീബോർഡ് വായിച്ച് എനിക്ക് പരിചയമില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ശുശ്രൂഷയ്ക്ക് കീബോർഡ് വായിക്കുന്നത്. പിന്നെ സങ്കീർത്തനങ്ങളൊന്നും ഞാൻ ഇതുവരെയായിട്ട് ഈ പാട്ടൊന്നും ഒരിക്കലും കേൾക്കാത്ത പാട്ടുകളാണ്. ഒരു വട്ടം പോലും ശരിക്കും പ്രാക്ടീസ് ഒന്നും ചെയ്യാതെയാണ് ഞാൻ വായിച്ചത്. എന്നാലും അധികം കുഴപ്പമൊന്നും പറ്റാതെ ഈശോ ഇതിനെ വലിയൊരു സ്റ്റേജിൽ നമ്മുടെ സെഹിയോൻ കുടുംബത്തിൽ എനിക്ക് ഇങ്ങനൊരു ശുശ്രൂഷയ്ക്ക് കീബോർഡ് വയ്ക്കാൻ അനുഗ്രഹം തന്നതിന് ഈശോയ്ക്ക് 1000 നന്ദി. പിന്നെ കഴിഞ്ഞ ദിവസം ബ്രദറെ സങ്കീർത്തനം പാടാൻ വിളിച്ചപ്പം എനിക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ വരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എനിക്കൊരു സങ്കീർത്തനം പാടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 23-ാം സങ്കീർത്തനം. കർത്താവാണിൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണിൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. കർത്താവാണിൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതിനിധിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതിനിധിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണു ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണിൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല.